കൂട്ടുകാരെ, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. സാമ്പോ ഇവിടെ ഇല്ല കേട്ടോ. സാമ്പോ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളം വരെ പോയേക്കാണ്. അപ്പോൾ സാമ്പോ വരുമ്പോഴത്തേക്ക് സാമ്പോയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചേ. അപ്പോൾ സാമ്പോയിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റുഡിയോ അറിയാമല്ലോ, സ്റ്റുഡിയോൻ്റെ ഓരോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് സാമ്പോയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾ ചില സാഹചര്യം കൊണ്ട് നടക്കാറില്ല. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ തൊഴുത്തിൻ്റെ ഈ സൈഡിൽ ഈ പുൽത്തൊട്ടി ഉണ്ടായിരുന്നില്ല, പുൽത്തൊട്ടി നിറയെ മണ്ണ് നിറച്ചിട്ട് അവിടെ ഇങ്ങനെ എന്തെങ്കിലും നട്ട് വെക്കണം എന്നോ എന്തോ നടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ ബക്കറ്റ് മണ്ണെടുത്തു. പക്ഷേ അത് നിറയണമെങ്കിൽ നല്ല ടൈം എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു JCB വിളിക്കാമെന്നൊക്കെ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, കോയിൻസിഡൻസ് എന്ന് പറയാമല്ലോ, ഇന്ന് JCB വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ 2-3 തൊട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇടാമോ എന്ന് ചോദിച്ചു. പപ്പ എന്താണെന്ന് ചോദിച്ചില്ല, ആന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ ഇവിടെ JCBക്കാരനെയും കൊണ്ട് ഇവിടെ മണ്ണൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും മണ്ണ് ഇട്ടിട്ടുണ്ട്. 3 തൊട്ടി ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പ വരുമ്പോഴത്തേക്കും നമുക്ക് സർപ്രൈസായിട്ട് ഇത് നിറച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അന്ന് വീട്ടിൽ പോയി വന്നപ്പോഴത്തേക്കും സാമ്പോ ഇത് തേച്ചില്ലേ, എന്നെ സർപ്രൈസ് ചെയ്ത പോലെ സാമ്പോയ്ക്ക് ഈ പുൽത്തൊട്ടി നമ്മൾ നിറച്ച് കാണിച്ചെടുക്കുക. രാവിലെ എത്തോട്ടോ സംഭവം. അപ്പം സാമ്പോ വരുമ്പോഴത്തേക്ക് നമുക്ക് നിറയ്ക്കും. സ്കൈ ഉറങ്ങുവാണ്. ഇപ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയേ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇപ്പോൾ വെറുതെ ഇരിക്കുമല്ലേ, അന്ന് ആ ടൈം വെറുതെ കളയണ്ട, പുൽത്തൊട്ടി നിറയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നെക്കൊണ്ട് എത്ര പറ്റുമെന്ന് അറിയില്ല, അധികം വെയിറ്റ് എടുക്കാൻ പറ്റില്ല. എന്നാലും കുറച്ച് ഈ ബക്കറ്റിൽ ഞാൻ എടുത്തിട്ട് നമ്മുടെ തൊട്ടി നിറയ്ക്കാം കേട്ടോ. ഇപ്പോൾ കുറേ ബക്കറ്റ് ഇട്ടു, ഒരു 5-6 ബക്കറ്റ് ഇട്ടിട്ട് ഇത്തിരിയും ആയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നിറയ്ക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അമ്മ സാമ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അമ്മ മടുത്തോട്ടോ, ആകെ ക്ഷീണിച്ച്. കാണുമ്പോൾ നിസ്സാരമാണ് കേട്ടോ, കുഞ്ഞിപ്പുൽത്തൊട്ടിയല്ല, കുഞ്ഞിപ്പുൽത്തൊട്ടി. പക്ഷെ എത്ര മണ്ണ് വേണമെന്നറിയോ അമ്മ. ഇപ്പം 3/4 ഭാഗമായിട്ടുണ്ട്. ആ സൈഡ് ഫില്ല് ചെയ്തു നല്ല പോലെ. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ചരലൊന്നും ഇല്ലാത്ത ഇതിലിങ്ങനെ ഉണ്ടോ കട്ടകളുണ്ട്. അപ്പോൾ കട്ടയൊക്കെ ഞാൻ അടിയിലാക്കിയിട്ട് മേലെ മണ്ണിടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കൂട്ടുകാരെ, രാത്രിയായ സമയം അയ്യോ ഭയങ്കര ചൂടെനിക്ക്. പിന്നെ കൂട്ടുകാരെ, നമ്മൾ പപ്പേനോട് ഒരു കൊട്ട മതിയെന്ന് പറഞ്ഞായിരുന്നു, ഒരു തൊട്ടി മണ്ണിടാനാണ് പറഞ്ഞത്. പപ്പ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെന്ന് പറഞ്ഞാൽ നിറയെ മണ്ണ്. ഇനി അത് മണ്ണ് എവിടെ കൊണ്ടിടുമെന്നൊന്നും അറിയില്ല. പിന്നെ എനിക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ സാമ്പോ വന്നു കഴിഞ്ഞിട്ട് ഞാൻ സാമ്പോയിനോട് പറയാം പ്ലാൻ എന്താണ് ആ മണ്ണും കൊണ്ട് ചെയ്യാനുള്ളത്. അപ്പോൾ സാമ്പോ ശരി വെക്കുവാണെങ്കിൽ നമുക്കതുപോലെ ചെയ്യാം. പപ്പേനോട് പറഞ്ഞപ്പോൾ പപ്പ ഓക്കെ പറഞ്ഞു. എന്താണെന്ന് അറിയില്ല കേട്ടോ, ഭയങ്കര ചൂട് ഇതിൻ്റെ ഉള്ളിൽ. ഷീറ്റല്ലേ, ഈ ഷീറ്റിൻ്റെ ഈ ആസ്പെറ്റോസ് ആസ്പെറ്റോസ് ഷീറ്റ്. നാക്കൊക്കെ വടിയുന്നില്ല, പക്ഷേ വളയുന്നില്ല. അപ്പോൾ വീട്ടുകാരെ മണ്ണിടട്ടെ കേട്ടോ. മടുത്ത് സ്കൈ എണീച്ചു. കുഞ്ഞേച്ചി വന്നിട്ടുണ്ട്, കുഞ്ഞേച്ചിൻ്റെ കൂടെ എത്തി കേട്ടോ. അപ്പോൾ അവരുടെ കൂടെയാണ് സ്കൈ ഉള്ളത്. കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ദാഹിക്കുന്നുണ്ട്. ഫൈനലി കൂട്ടുകാരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ട് കാണിക്കാം. കുറേ കൊട്ട പറഞ്ഞിട്ടുണ്ടേ, നല്ല പോലെ പണിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല തീർക്കാൻ പറ്റുമെന്ന്, പക്ഷേ തീർത്തു, കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇന്ന് ചെയ്തിട്ട് കുറച്ച് നാളെ രാവിലെ എണീച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ തീർന്നു കേട്ടോ കൂട്ടുകാരെ. അമ്മേ അയ്യോ, എന്താ വലിയ സന്തോഷം ചെയ്തവനുണ്ട്, വലിയ കാര്യം ചെയ്തവനുണ്ട് എനിക്ക്. നിങ്ങൾക്ക് ഈ പെണ്ണിനെന്താ ആ ഒരു പുൽത്തൊട്ടിയിൽ കുറച്ച് മണ്ണിടുന്നതിനാണോ നിങ്ങൾ ഇത്ര ഷോ കാണിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ എൻ്റെ നടുവേദനയൊക്കെ ഉള്ളത് കാരണം 2 കൊട്ട എടുക്കുമ്പോഴത്തേക്കും നടു പിടിക്കുമോ എന്നൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ പിടിച്ചില്ല, എൻ്റെ നടു സൂപ്പറാണ്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഭയങ്കര ഹാപ്പി ഉണ്ട് എനിക്ക്. സാമ്പോ വരുമ്പോൾ സാമ്പോ വിളിക്കുന്നു മിണ്ടണ്ടാട്ടോ, നമ്മൾ പറയാവേ. അപ്പോൾ കൂട്ടുകാരെ, മമ്മി ചായ തന്നു, ചിപ്സും. ചായ കുടിക്കില്ലാത്തതാണ് വെള്ളമാണ്. അല്ല കൂട്ടുകാരെ, അയ്യോ എൻ്റെ ഫോണിൽ പൊടിയായി തോന്നണോ. കൈ കഴുകിയോ? ഇല്ല, ഞാനത് മൊത്തം കൊട്ടയിൽ നിറച്ചു മമ്മി.
എന്റെ പൊന്നു നിനക്ക് വേറെ പണിയൊന്നും കൈ കഴുകിയില്ല എന്നിട്ട് മണ്ണ് കൈ കഴുകിയില്ല കൈ കഴുകിയില്ല കൈ കഴുകിയില്ല ഇല്ല അതല്ല സ്പൂണ് തരണെന്ന് പറഞ്ഞു ഞാൻ മമ്മിക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വെച്ച് ഞാൻ സ്പൂണ് വേണ്ട വെച്ചു ഇത് എന്റെ ചിപ്സ് പേർക്ക് തിന്നോ കുഞ്ഞു അപ്പ എന്തിയപ്പാ പിപ്പി പോയാ മിസ് ചെയ്തോ കുഞ്ഞ് കൈ ജസ്റ്റ് ഞാൻ കേട്ടില്ല. നിങ്ങൾ ആര് മമ്മി എന്റെ പുതിയ കറി എങ്ങനെയുണ്ട്? ഞാൻ പുതിയ കറി വെച്ചു കൂട്ടുകാരെ, മമ്മിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പോയായിരുന്നല്ലോ, ഞാൻ പുൽപ്പള്ളി പോയതായിരുന്നു. അപ്പൊ ഇന്ന് പൊന്നു നല്ല പുതിയ കറി, പുതിയതായിട്ടൊരു കറി വെച്ചോട്ടോ. വെറൈറ്റി കറി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആര് പോയി? പൊള്ളിയോ? എങ്ങനെ പൊള്ളി? ആ കൂട്ടുകാരെ കൈന്റെ കൈ പൊള്ളി എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് പരിപാടി? അപ്പ എന്തിയെ? അപ്പനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തോണ്ട് നടക്കലാട്ടോ. സ്കൈ ഇന്നലെ അപ്പനെ കാണാനിട്ട് സ്കൈ എന്നെ എന്താ ചെയ്ത? സ്കൈ ഒറ്റയടിക്ക് ചുണ്ടടിച്ച് പൊട്ടിച്ചറിഞ്ഞു കേട്ടോ. അപ്പം നാളെ വരുമെന്ന് പറഞ്ഞു ഞാൻ. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്യാനാ? സാമ്പു ഇപ്പം വിളിച്ചു കേട്ടോ. സാമ്പു വിളിച്ചിട്ട് ചോദിച്ചു എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താടാ ഞാൻ ഉറങ്ങിയിട്ട് എണീച്ചിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആണോ ഉറങ്ങിപ്പോയി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ എന്താ അവിടുന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ രാവിലെ എത്തും, വെളുപ്പിനെത്തും. ബസ്സിനാണ് പോയത്. അപ്പോൾ ബസ്സിനല്ല തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ മണ്ണൊക്കെ സെറ്റാക്കി ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ അടിച്ചു വാരി, അതിൻ്റെ മേലെ ഇങ്ങനെ കല്ലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ക്ലീൻ ചെയ്ത്. പിന്നെ സ്റ്റുഡിയോ റൂം മൊത്തം പൊടിയായിരുന്നു, അതും നല്ലോണം അടിച്ച് വാരി ക്ലീൻ ചെയ്ത്. ഇവിടുത്തെ ഈ റൂമിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഈ ജനൽ വഴി നല്ല പോലെ പൊടി കയറും കേട്ടോ. അപ്പോൾ നമ്മൾ അത് അടച്ചിട്ടില്ലാത്തത് കാരണം നല്ല പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ കളഞ്ഞു അല്ല, ഞാൻ കാണിച്ചു തന്നെ എത്ര പൊടി ഉണ്ടായിരുന്നു എന്ന്. ആ ഒരു ബക്കറ്റിൽ ബക്കറ്റ് കൊടുത്ത് ഈ ഒരു ബക്കറ്റിൻ്റെ ഇത്രയും ഉണ്ടാവും കേട്ടോ പൊടി. അത്രയും പൊടി ഇതിലുണ്ടായിരുന്നു. അടിച്ചു വരുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത്രയും പൊടിയിലായിരുന്നു ഇരുന്നതെന്ന്. ഡെയിലി അടിച്ചു വരില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ കാണുമ്പോൾ എന്താ വൃത്തികേടായി കിടക്കുന്നില്ലെങ്കിലും പൊടി നല്ല പോലെ ഉണ്ട്. മാനിച്ചൂലില്ലേ, നമ്മൾ അകം അടിച്ചു കഴിഞ്ഞ മാനിച്ചൂല്, നമ്മളിവിടെ മാനിച്ചൂലെന്ന് പറയും. അപ്പോൾ ആ ചൂലും കൊണ്ട് അടിക്കുമ്പോൾ നല്ല പോലെ കിട്ടും പൊടി അടിച്ചൊക്കെ കഴിയുന്നതിന് മുന്നേ ഇവിടെ നല്ല പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ കോലമെല്ലാം ഞാൻ കാണിച്ചു തരാവേ. നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വലിയ പൊടി കാണത്തുണ്ടാവില്ല. എന്നാലും കണ്ടോ, ഇതിൽ നോക്കുമ്പോൾ ഒക്കെ കാണാവോ? ഇത് ബ്ലാക്ക് ആയതാണ് നല്ല പോലെ അറിയാം. കണ്ടോ? പുൽക്കട്ടി കാണിച്ചില്ലല്ലേ മൊത്തത്തില്. ഇത് ഇവിടത്തേക്ക് ഞാൻ ആ കുഞ്ഞ് മെറ്റലുള്ളതെല്ലാം അടിച്ചു വാരി കൂട്ടി ഇവിടത്തേക്ക് ഇട്ടും. കണ്ടോ ഇപ്പൊ ഇങ്ങനത്തെ കറക്റ്റ് ലെവലിൽ നല്ല വൃത്തിയായി കിടപ്പില്ലേ. ഇത് ഇത്രയാണ് ഞാൻ ഇട്ടത് കേട്ടോ. ഇത്രയും മണ്ണ് നിറച്ചിട്ടോ. ഇതിന് ഇവിടുന്ന് തൊട്ട് ഇതോ ഇത്ര വരെ ഉണ്ട് ഗ്യാപ്പ്. അതെന്തായാലും ഫില്ല് ചെയ്തു. പിന്നെ സാമ്പവിന് ഭയങ്കര ആഗ്രഹമാണ് ഇതിൽ കളർ ചെയ്യണമെന്ന്. കളറ് മീൻസ് പെയിന്റ് അടിക്കണമെന്നാണ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ അതല്ല. പിന്നെ ചെടികൾക്കൊന്നും സാമ്പ വെള്ളം ഒഴിക്കാറില്ല. ഞാൻ മിക്കവാറും ചെടികളൊക്കെ ഇവിടെ നിന്ന് കളയേണ്ടി വരും കേട്ടോ. അവന് ഇത് ഇഷ്ടമല്ലാത്തത് കാരണം വെള്ളം ഒഴിക്കാത്തയാന്ന് തോന്നുന്നു. ഇതുണ്ടോ എൻ്റെ ചെടിയൊക്കെ കരിഞ്ഞു പോയി. ഗ്രൂട്ട്, ഇതിന്റെ പേര് ഗ്രൂട്ട് എന്നാട്ടോ ഞാൻ ഇട്ടേക്കുന്നേ. ഗ്രൂട്ടിന് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ. ഗ്രൂട്ടിന്റെ അവസ്ഥ ഉണ്ടോ? ഗ്രൂട്ടിന്റെ ഒരില പോലും പഴുത്തു പോകാത്ത, ഇതൊക്കെ പഴുത്ത് ഉണങ്ങിപ്പോയി. ഇതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കല്ലിട്ട് കഴിഞ്ഞിട്ട് കിലുക്കി കഴുകിയപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ പെയിന്റ് അടിച്ചേക്കുന്നത്. ആ പെയിന്റ് മൊത്തം പോയി. പിന്നെ എൻ്റെ 10 മണി ചെടി, ഇത് നിറയെ പൂവുണ്ടാവുന്നതായിരുന്നു. ഇത് ഞാനെടുത്ത് പുറത്താക്കാൻ പോവാ. വെള്ളം ഒഴിക്കാനിട്ട് മൊത്തം ഉണങ്ങിപ്പോയി. അപ്പോൾ ഇടരെ ഇപ്പൊ ഞാൻ മണ്ണിന്റെ അടുത്ത് ഇതിലാണ് ഇരിക്കുന്നേ, മണ്ണിലാണ് ഇരിക്കുന്നത് ഞാന് കേട്ടോ. ഇതില് അയ്യോ എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ കിടക്കാനൊക്കെ നല്ലതായിരിക്കൂലേ. ഇനി ഇതിന്റെ മേലെ ഒരു പായ ഇട്ടിട്ടുണ്ടെങ്കിൽ കിടക്കാൻ പറ്റൂലേ.
കിടക്കാൻ പറ്റും. കിടക്കാൻ എന്താ പഴയ പായ എടുത്ത് നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ ഇട്ടിട്ട് ഒന്ന് കിടന്നു നോക്കാം. അപ്പോൾ ഇത് കിടക്കാനുള്ള സ്പേസ് ആയിരുന്നു അല്ലേ? എൻ്റെ ഓരോ ഐഡിയകളെ. നാളെ ഇനി സാമ്പ വന്നിട്ട് ചോദിക്കും ഇത് എന്ത് പിണ്ണാക്ക കാണിച്ചതെന്നാണോ ചോദിക്കുക, ഇത് നന്നായി എന്നാണോ പറയുക, എന്താ ശരിക്കും പറയാന്നറിയില്ല കേട്ടോ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്തായാലും ചീത്ത പറയുന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ മണ്ണെടുത്തതിന് വെയിറ്റ് എടുത്തതിന് എന്തായാലും എനിക്ക് ചീത്ത വെക്കും. പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റാന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ ഓക്കെ ഡൺ. ചേടാ അപ്പോൾ ഫുള്ള് നല്ല പോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സൂര്യൻ്റെ കൊലം ഇങ്ങനെയാണ് കൂട്ടുകാരെ, ഇങ്ങനെ. എങ്ങനെയുണ്ടോ നീ? സൂപ്പർ സൂപ്പർ. മൊത്തം മണ്ണിട്ടു. നീ വെള്ളം ഒഴിച്ചെന്ന് തോന്നുന്നല്ലേ? വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നനവുണ്ടല്ലോ. വെള്ളം ഒഴിച്ചിട്ടില്ല, നനവൊന്നുമില്ല. അവിടുന്ന് എടുത്തതിൻ്റെ ഒരു ഈർപ്പുണ്ടായിരുന്നേ ഉള്ളൂ. എല്ലാം ഇട്ട് ഫില്ല് ചെയ്തു, അടിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്തു. ആ അതിൻ്റെ മേലെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇരിക്കുകയും ചെയ്യാം കിടക്കുകയും ചെയ്യാം. നീളത്തിലല്ലേ ഫില്ലായത്. നാളെ സാമ്പ വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ള പരിപാടിയാ. അങ്ങനെയുണ്ട് സാമ്പ? സർപ്രൈസ് ആവുമോ? ഗുഡ് മോർണിംഗ്. നല്ല മഞ്ഞൊക്കെ തണുക്കുന്നുണ്ട്. വാ, നല്ല മഞ്ഞ കേട്ടോ. പിന്നെ ഇത് ഇപ്പൊ ഉറങ്ങിയുള്ളൂ കേട്ടോ. തൊണ്ടൊരു വെള്ളി വീണതാ. അപ്പോൾ സംഭവം എന്നെ ആദ്യമായിട്ട് കാണുന്നതിലാണ് നീ കന്ന് കാണിക്കുന്നേ. സ്കൈ അപ്പ വഞ്ചിട്ടേ വഞ്ചിട്ടേനി ചൊല്ല്. അപ്പൊ ചിരിഞ്ഞ് വഞ്ചിട്ടേനി ചൊല്ല്. അതെ സ്കൈ എന്തൊരു ബഹളായിരുന്നു എന്നറിയോ നീ ഒന്ന് പോയതിന്. എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. സംഭവം ഇവിടെ മണ്ണൊക്കെ എടുത്തിട്ടത് കണ്ടിട്ട് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സംഭവിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് അല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന് JCB വരുമ്പോ നീ പക്ഷെ പ്രതീക്ഷിച്ചില്ലല്ലോ JCB ഇത്ര പെട്ടെന്ന് വരുമെന്നും ഇടുന്നെന്ന്. അതാണ് അല്ലേ ഞാൻ പറഞ്ഞ് JCB എത്തിച്ച് പറഞ്ഞു. മണ്ണിട്ട് നിറച്ചോ? സാമ വിളിച്ചാൽ ഞാൻ പറഞ്ഞ ഞാൻ ഉറങ്ങിപ്പോയിന്ന് കേട്ടോ. ഞാൻ കോരിയിട്ടു. ഞാൻ ഇത്രയും മണ്ണ് തന്നെ കോരി നിറച്ചടാ. സർപ്രൈസ് ആണ് പോന്നെ. എന്തോ ഈച്ച പോട്ടെ. നീ ഈച്ചനെ കൂട്ടി പോയി നട്ടല്ലേ എടി? അപ്പൊ നീ തന്നെ ഇതെല്ലാം ചെയ്ത്? ഞാൻ എല്ലാം ചെയ്തു, ക്ലീൻ ഒക്കെ ചെയ്ത്. നീ വരുമ്പത്തേക്ക് നീറ്റ് ആയിട്ടില്ലേ? എന്താ സിസ്റ്റർ മാങ്ങ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അതെന്തായാലും പൊളിച്ചു ഞാൻ. എന്താ എന്റെ സ്കൈ? അല്ല ഇത് ഞാൻ സത്യമായിട്ട് ഞാൻ തന്നെ സ്വന്തം വേറെ ആരും കൂടിയില്ലേ? ഈ ബക്കറ്റും ആ തൂമ്പയിലും നിറച്ച് ഞാൻ നിറച്ച് ഫില്ല് ചെയ്ത് പിന്നെ മേലത്തെ കല്ലും ഇതിലുണ്ടായിരുന്ന ചപ്പും ചവറും ഒക്കെ മാറ്റി കുപ്പിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ നിറച്ചടാ. നീ സുന്ദരി ഇല്ലാടിയാട്ടോ. ഞാൻ ഉള്ള കാര്യം പറയാലോ. കൈ കണ്ടിട്ടില്ല. പണിയായി. ഞാൻ ഇന്നലെ വീഡിയോ ഒക്കെ എടുത്തപ്പോ മെല്ലെ സംസാരിച്ചത്. കാരണം സ്കൈ എങ്ങാനും കണ്ടിട്ടുണ്ടായിര് ഇവിടെ മൊത്തം മണ്ണ് നിരക്കും. അതെനിക്ക് ഇരട്ടി പണിയാന്ന് പറഞ്ഞാൽ ഞാൻ സ്കൈനെ വിളിച്ചില്ല, ഡൂഡുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. പൊന്നു ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ തേച്ച് വിത്ത് തേച്ചില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇല്ലാത്തപ്പോ നീ എനിക്ക് സർപ്രൈസ് തരുമെങ്കിൽ നീ ഇല്ലാത്തപ്പോ ഞാനും സർപ്രൈസ് തന്നു. എന്റെ മോനെ അത് സർപ്രൈസ്. അത് മിന്നി കേട്ടോ.
ഞാനാണ് ഇന്ന് ഇപ്പൊ കുടിയും കഴിഞ്ഞിട്ട് ഇനി മണ്ണെടുത്ത് നല്ല ഓർത്തിങ്ങനെ അവ എന്നെ മണ്ണെടുത്തിടണ വാഴിന്ന് പറഞ്ഞോണ്ട് വിളിച്ചതാട്ടോ. അപ്പോഴാണ് അത് പൊളിച്ചിട്ടോ അല്ലേ? അപ്പൊ ഇനിയാണ് പണി കുഞ്ഞ ഞങ്ങൾക്ക് കേട്ടോ. ഹാപ്പി നടുവിനോട്ടോ ബെൽറ്റിട്ടോ നടക്കുന്നേ എന്റെ പൊന്നു കുഞ്ഞ. നീ ഞാൻ ചെയ്യില്ലായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ സാമ്പോയ്ക്ക് ഇഷ്ടപ്പെടും, പക്ഷെ സാമ്പോ എന്നെ വഴക്കുറയാണ്. ഇതിനെ വഴക്കുറയുള്ളൂ കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട്? ഇതിന് വെള്ളം ഇട്ട് ഉറപ്പിക്കണം. അപ്പൊ ഇതിങ്ങനെ അമങ്ങും കേട്ടോ. വെള്ളം നനച്ച് ഉറപ്പിക്കണം. നേരത്തെ ഉണ്ടക്കല്ലൊക്കെ എടുത്ത് മാറ്റാം. ഉണ്ടക്കല്ല് ഞാൻ കൊറേ മാറ്റി അടിച്ചു വാരി ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ടതാ. കുറ്റിച്ചൂലിന് സംഭവം ഇതിൽ നടന്ന് കളിക്കുകയാണ് കേട്ടോ. കണ്ട നമ്മൾ ചവിട്ടുമ്പോ ഞാൻ ഇന്നലെ കയറി കൊറേ ചവിട്ടി, എന്നിട്ട് അമങ്ങി പിന്നെ എന്തോരം ഇത് എന്താ പെരുവയറും കുറ്റി എന്ന് പറയാൻ പോലെ ഇട്ടിട്ട് നിറയണ്ടേ ഇതൊന്ന്. എത്ര നമ്മൾ അന്ന് തന്നെ ഒരു 5-8-10 ബക്കറ്റ് മണ്ണിട്ടിട്ടുണ്ടാവില്ല അന്ന്. അപ്പൊ ഞാൻ എത്ര ചവട് ഇട്ടിട്ടുണ്ടോ? ചവിട്ടി കളിക്കുന്നു നല്ല രസത്തിന്. ഇവൻ എന്നെ പൊക്കി പറയുന്നൊന്നുമില്ലല്ലോ. നീ ഇത് മൊത്തം തയ്ച്ചപ്പോ ഞാന് നല്ല സൂപ്പറാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു വട്ടം പറഞ്ഞാ പോരാ, 2 വട്ടം പറഞ്ഞാ പോരാ, ഇനി പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു ദിവസം മൊത്തം. അപ്പൊ കൂട്ടുകാരെ ഞാൻ വിചാരിച്ച പോലെ സംഭവം വലിയ സർപ്രൈസ് ഒന്നും ആയില്ല എന്ന് തോന്നുന്നു കേട്ടോ. അതെ 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 എന്റെ പൊന്നേ സന്തോഷം. എന്നാലും എന്റെ നടുവിന് വലിയ കുഴപ്പമില്ലാലും ചെറിയൊരു വേദന വന്നിട്ടുണ്ട് കേട്ടോ. മമ്മിയോട് പറഞ്ഞിട്ട് മമ്മി ഇന്നലെ കൊറേ തവണ നിർത്തിയിട്ട് വരുന്നുണ്ടോ നീ നടുവിനെങ്ങാനും വരുത്തി വെച്ചാണ്ടല്ലോ എന്ന് പറയും. ഞാൻ സിമ്പിൾ നീ വരുമ്പത്തേക്ക് എന്തേലും വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വേണ്ടേ? 10 കൊട്ട മണ്ണാണ് കഴിഞ്ഞു പോയില്ലേ. അപ്പൊ അന്നൊന്നും തന്നില്ലല്ലോ, അപ്പൊ അതിന് പകരം ഇന്ന്. ആദ്യത്തെ മേലത്തെ കട്ട മാറ്റിയിട്ട് നനച്ച് ഇനി അത് ഒതുങ്ങി പിന്നെയും പിന്നെ ഇങ്ങനെ ഒതുങ്ങി അങ്ങ് താഴെ എത്തൂട്ടോ. പിന്നെ ഒരു 10-15 കൊട്ട വേണ്ടി വരും എന്തായാലും. ഡൂഡു എന്താ ഡൂഡു? ചെടി നടാൻ പോവാണോ? ഡൂഡൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഡൂഡിനൊന്നും ഞാൻ ഈ പരിസരത്തേക്ക് അടുപ്പിച്ചില്ല. ഇല്ല, ഇവര് വന്നിട്ടുണ്ട് പിന്നെ ഫുള്ളും വലിച്ചിടാനും എന്തേലും കുറുമ്പൊപ്പിക്കൂലേ? ഇല്ല ഡൂഡി? സർപ്രൈസ് ആയോ? ഓ എന്റെ മോനെ നനയ്ക്കാൻ പോവാട്ടോ. എടാ ഭിത്തിയിലേക്ക് ആക്കണ്ട, ഭിത്തിയിലേക്ക് ആക്കല്ലേ? ഇന്നലെ മമ്മി എന്നോട് നനയ്ക്കാൻ പറഞ്ഞതാ. എനിക്ക് നനയ്ക്കാൻ വേണ്ടി പൈപ്പ് അപ്പുറല്ലായിരുന്നോ? പിന്നെ എല്ലാം കൂടെ കഴിഞ്ഞപ്പോ ഒരുപാട് രാത്രിയായി. കേക്കോ നനഞ്ഞിരിക്കല്ലേ? നനയുമ്പോ മേലത്തെ കുഞ്ഞു പൊടിമണ്ണ് നല്ല ചോക്ലേറ്റ് പുഡിങ്. അതെന്നാ വൈറലായിട്ടൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. പുഡിങ് അല്ലടാ, ഭയങ്കര വൈറലായുള്ള കേക്ക്, ചോക്ലേറ്റ് കേക്ക്. ഒരു ചോക്ലേറ്റ് കേക്ക് അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം. സംഭവം ചെറുതായിട്ടൊക്കെ സർപ്രൈസ് ആയി പോയി. നല്ല സർപ്രൈസ് ആയിട്ടോ. പണി കുറച്ച് കിട്ടിയല്ലോ. അപ്പൊ അത്ര വീഡിയോ മറ്റു പിന്നെ കാണാം. ഓക്കേ പൊന്മണി. ടാറ്റാ.